അതിനെ എന്ത് ഭാഷയാണ് ഉപയോഗിച്ചത്? പ്രേമയം തന്നെ വിമർശിക്കുന്നതിന് ഇവിടുത്തെ CPM-കാര്, ആ CPM നേതാക്കൾ നേരിട്ട്, അതുപോലെ തന്നെ അവരുടെ സൈബർ പോരാളികൾ സോഷ്യൽ മീഡിയയിൽ ഏതൊക്കെ തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് പറഞ്ഞത്. ഇപ്പം അവർ വളരെ ചംചാസാണ്, അവർ ഫ്രണ്ട്സാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് ബ്രിട്ടാസിന് അവിടെ സംസ്ഥാന സർക്കാരിന് വേണ്ടി, അല്ലെങ്കിൽ ഇവിടുത്തെ CPM-ന് വേണ്ടി, ഇവിടുത്തെ CPM എന്ന് പറയുമ്പോൾ പിണറായി വിജയന് വേണ്ടി, പിണറായി വിജയൻ ആഗ്രഹിക്കുന്ന തരത്തിൽ ഈ കരാർ ഒപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഇടനിലക്കാരനാകാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ ശ്രീ പിണറായി വിജയൻ എന്താണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഈ കാര്യത്തിൽ അദ്ദേഹം ഒരു സമർത്ഥനാണെന്ന. കാരണം ഇത്തരം കാര്യങ്ങൾ ഒരു മധ്യസ്ഥനായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നതിന് ബ്രിട്ടാസ് ഒരു സമർത്ഥനാണെന്ന. പക്ഷെ ഇത് പറയുമ്പോൾ എന്താ ഓർക്കുന്നത്? നല്ലൊരു മധ്യസ്ഥനാണ് അദ്ദേഹം അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയും. നമ്മൾ ഓർക്കുന്നത് പെട്ടെന്ന് ലാവ്ലിനാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ലാവ്ലിനിൽ ആ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ പിണറായി വിജയൻ. ആ കേസിന്റെ ഏക പ്രയർ എന്ന് പറയുന്നത് പിണറായി വിജയനെ കൂടി ആ കേസിൽ വിചാരണ ചെയ്യണമെന്നാണ്. നേരത്തെ അതിന്റെ കുറ്റപത്രം സ്പ്ലിറ്റ് ചെയ്തു, പിണറായി വിജയനെ മറ്റും ഒഴിവാക്കി. എന്നിട്ട് മറ്റേ കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്ന ആളുകളെ ശിക്ഷ വാങ്ങിച്ചു. അവർ കൊടുത്ത കേസാണ്. പക്ഷേ വിനു എത്ര തവണയാണ് ആ കേസ് മാറ്റി വെച്ചത്? അതിപ്പോ ബ്രിട്ടാസ് ഇടപെട്ടെന്ന് ഞാൻ പറയത്തില്ല, ആരോ ഇടപെട്ടു. പക്ഷെ ഇത് കേൾക്കുമ്പോൾ ബ്രിട്ടാസിനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അതാണ് തോന്നുന്നത്. ആ കേസ് ഇങ്ങനെ നീണ്ടു പോയാ എക്സാലോജിക്ക് എവിടെയായി? എക്സാലോജിക്കിന്റെ അന്വേഷണം എവിടെയായി? നമ്മുടെ SFIO അന്വേഷണം നടത്തിയിട്ട് ഒരു കുറ്റപത്രം സമർപ്പിച്ചു. രണ്ടാമത്തെ കുറ്റപത്രം ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. ബാംഗ്ലൂർ കോടതിയിൽ ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? അപ്പോഴാണ് നമ്മൾ ശ്രീ പിണറായി വിജയൻ, നമ്മുടെ ബ്രിട്ടാസ് ഒരു സമർത്ഥനായ മധ്യസ്ഥനാണ്, ആ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുള്ള ആളാണെന്ന് ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ കഥയുണ്ട്. പിന്നെ നമ്മുടെ വിനു, ഈ പാർട്ടി കാണുന്നത് പോലെയൊന്നുമല്ല ഈ പാർട്ടിയുടെ സർക്കാർ അല്ലെ പാർട്ടിയുടെ നേതാക്കൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവർക്ക് ഇതൊക്കെ ന്യായീകരിക്കാൻ അറിയാം. ഇന്നലെ എന്താ ഗോവിന്ദ മാഷ് പറഞ്ഞത്? ഞങ്ങൾ ഇനിയും പാലം പണിയും, 2 or 3 പണിയും. അവിടെ മന്ത്രിമാരെ കാണാനും കേരളത്തിന് വേണ്ടി സംസാരിക്കാനും പ്രൊഫസർ KV തോമസിനെ ശമ്പളം കൊടുത്തു വെച്ചിട്ടുണ്ട്. എന്നാലും ഏതൊരു MP-ക്കും, അതിനാണല്ലോ നമ്മൾ പലപ്പോഴും MP-മാരുടെ യോഗം കൂടുന്നത്, കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താൻ ഒന്നിച്ചു നിൽക്കണം, അതിലൊക്കെയുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പാർട്ടി എടുത്തിരിക്കുന്ന ഒരു നിലപാടിനെതിരായിട്ട് എങ്ങനെ BJP-യുടെ ഒരു മന്ത്രിയുമായി അല്ലെങ്കിൽ BJP സർക്കാരുമായി കൂടിയാലോചിക്കാൻ, അല്ലെങ്കിൽ മധ്യസ്ഥത, അല്ലെങ്കിൽ ബ്രിഡ്ജ് ആവാൻ ഒരു സാധാരണ MP-ക്ക്, അതും ഫസ്റ്റ് ടൈം MP, അദ്ദേഹത്തിന് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുക.